ആപ്പിളിന്റെ iOS, iPadOS സോഫ്റ്റ്വെയറുകളിലെ അപകടസാധ്യതകളെക്കുറിച്ച് ഐഫോൺ ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്രം. ഈ സോഫ്റ്റ്വെയറുകളിലെ പോരായ്മകൾ ചൂഷണം ചെയ്ത ഡേറ്റ ചോർത്താനോ ഉപകരണം പൂർണ്ണമായും ഉപയോഗശൂന്യമാക്കാനോ സാധിക്കുമെന്ന് കേന്ദ്രം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ഇത് സംബന്ധിച്ച് ആപ്പിൾ ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതുപ്രകാരം പഴയതും പുതിയതുമായ മോഡലുകൾക്ക് ഭീഷണിയുണ്ട്. 18.3 മുമ്പുള്ള iOS പതിപ്പുകൾ പ്രവർത്തിക്കുന്ന ഐഫോണുകളും 17.7.3 അല്ലെങ്കിൽ 18.3 മുമ്പുള്ള iPadOS പതിപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഐപാഡുകളും ഈ ഭീഷണി നേരിടുന്നവയാണ്. ഐഫോൺ തടവും പുതിയ മോഡലുകളും ഐപാഡ് പ്രോ, ഐപാഡ് 6ാം തലമുറയും അതിനു മുകളിലുള്ളതും ഐപാഡ് എയർ 3ാം തലമുറ മുതലുള്ളതും ഐപാഡ് മിനി 5ാം തലമുറ മുതലുള്ളതും ഇത്തരത്തിലുള്ള ഭീഷണി നേരിടുന്നു. ആപ്പിളിന്റെ ഇന്റേണൽ മെസ്സേജിംഗ് ഫ്രെയിംവർക്കായ ഡാർവിൻ നോട്ടിഫിക്കേഷൻ സിസ്റ്റത്തിലാണ് ഗുരുതരമായ ഒരു പോരായ്മയുള്ളത്. പ്രത്യേക അനുമതികളില്ലാതെ ഏതൊരു ആപ്ലിക്കേഷനും സെൻസിറ്റീവ് സിസ്റ്റം ലെവൽ നോട്ടിഫിക്കേഷൻ അയക്കാൻ സാധിക്കും. ഇത് ദുരുപയോഗം ചെയ്യപ്പെടുകയാണെങ്കിൽ ഉപകരണത്തെ തകരാറിലാക്കാനാകും. ഈ പോരായ്മകളുടെ ആഘാതം വലുതായിരിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത്. ഹാക്കർമാർക്ക് വ്യക്തിപരവും സാമ്പത്തികവുമായ വിവരങ്ങൾ ചോർത്താനും സുരക്ഷാ സംവിധാനങ്ങൾ മറികടക്കാനും അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാനും സാധിക്കും. ഏറ്റവും പ്രധാനം ഉപകരണം പൂർണ്ണമായി പ്രവർത്തനരഹിതമാക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഈ പോരായ്മകൾ പരിഹരിക്കുന്നതിനായി ആപ്പിൾ സുരക്ഷാ അപ്ഡേറ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഉപയോക്താക്കൾ തങ്ങളുടെ ഡിവൈസുകൾ iOS, iPadOS ന്റെ ഏറ്റവും പുതിയ ലഭ്യമായ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ് പ്രതിവിധി. അതുപോലെ തന്നെ ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വെരിഫൈ ചെയ്ത ആപ്പാണോ എന്ന് ഉറപ്പുവരുത്തണം.